പ്രിയമുള്ള 2ാം ക്ലാസ്സിലെ കുട്ടികളെ, ഇന്ന് നമുക്ക് 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം പഠിക്കാം. അത്വർദ്. ത്വർദ് എന്നാണ് പാഠത്തിൻ്റെ പേര്. എന്താണ് അത്വർദ് എന്ന് പറഞ്ഞാൽ? പാഴ്സൽ. ത്വർദ് എന്താണ്? പാഴ്സൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഫവാസും ഫാത്തിമയും കൂടെ കുറച്ചു സാധനങ്ങൾ ഓർഡർ ചെയ്തു അല്ലേ? ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? കളിപ്പാട്ടങ്ങളും പിന്നെ ഉമ്മാക്ക് വേണ്ടി പച്ചക്കറികളും ഫ്രൂട്ട്സുമൊക്കെ. അത് വീട്ടിൽ എത്തുന്ന രംഗമാണിത്. എങ്ങനെയാണത് വീട്ടിലേക്ക് എത്തിക്കുന്നത്? ഇതാണ് ഇവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സാധനം. ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് ഡ്രോൺ. ഡ്രോൺ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡ്രോൺ ക്യാമറയൊക്കെ അല്ലേ, മേലോട്ടേക്ക് പറന്നു പോയിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ക്യാമറ അല്ലേ? അതേപോലുള്ളൊരു ഡ്രോണായത്. ഈ ഡ്രോണാണ് ഇവരുടെ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇവരുടെ പാഴ്സൽ വീട്ടിൽ എത്തിക്കുന്നത് ഡ്രോണാണ്. ഡ്രോണിൻ്റെ കയ്യിൽ കാണുന്നില്ലേ? ഈ ബോക്സാണ് ഇവരാവശ്യപ്പെട്ട സാധനങ്ങളുള്ള പാഴ്സൽ. അങ്ങനെ ആ ഡ്രോണ് പറയുകയാണ്, തഫല്ലൽ ഹാദാ ത്വർദുക, ഇതാ നിങ്ങളുടെ പാഴ്സലാണിത്. ഇവിടെ വസലത്ത് തായിറത്തൻ മുസയ്യറത്തൻ ബിത്വർദി എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്രോണ് പാഴ്സലുമായിട്ട് എത്തി. ത്വായിറത്തൻ മുസയ്യറ എന്നാണ് ഡ്രോണിന് പറയുക. ഡ്രോണ് ഇവരുടെ വീട്ടിലേക്ക് പാഴ്സലും കൊണ്ട് വന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടി നിലവിലില്ല അല്ലേ? ഡ്രോണ് സാധനങ്ങൾ കൊണ്ടുവരാറില്ല. പക്ഷേ ഭാവിയിൽ ഒരുപക്ഷെ സാധനങ്ങളൊക്കെ ഡ്രോണ് കൊണ്ടുവരുമായിരിക്കും. ലോകം മുന്നേറുകയാണ് അല്ലേ? ടെക്നോളജി വികസിക്കുകയാണ്. പലതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറെ കാലം കഴിഞ്ഞാൽ ഡ്രോണുകളായിരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക അല്ലേ? ഡ്രോൺ എന്ന് പറയുന്നത് ചെറിയൊരു മെഷീനാണ് അല്ലേ? അതിൽ ആൾക്കാർക്കൊന്നും കയറാനുള്ള വലിപ്പമില്ല, ഒരു ചെറിയ മെഷീനാണ്. അത് ഈ പെട്ടിയും കൊണ്ട് വരികയാണ്. ഇത് ഇവരുടെ ഒരു സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണിത്. ഓക്കെ, അങ്ങനെ ഡ്രോണ് കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ പാഴ്സൽ. അപ്പോൾ ഇവർ ശുക്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രോണിൻ്റെ കയ്യിൽ നിന്നും പാഴ്സൽ വാങ്ങി. എന്നിട്ടോ ഡ്രോൺ അതാ തിരിച്ചു പോവുകയാണ് അല്ലേ? ഇല്ല സി യു എന്ന് പറഞ്ഞുകൊണ്ട്, ഫി അമാനില്ല, ബൈ. അങ്ങനെ ഡ്രോണ് പോയി. ഇവർ പാഴ്സൽ കൊണ്ടുവന്നു, ഉമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ടോ ഫതഹത്തിൽ ഉമ്മു ഉൽബത്തൽ ഫവാക്കിഹി വൽ ഖളറാവാത്ത്, ഉമ്മ ഫ്രൂട്ടുകളുടെയും പച്ചക്കറികളുടെയും ബോക്സ് തുറന്നു. ഫതഹത്തിൽ ഉമ്മ തുറന്നു ഉൽബത്തൽ ഫവാക്കിഹി വൽ ഖളറാവാത്ത്, പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ബോക്സ്. അപ്പോൾ ഉമ്മ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. പിന്നെയോ എന്തൊക്കെയാണ് അതിലുള്ളത്? ഫറാവിലത്തുൻ സഗീറ, ചെറിയൊരു സ്ട്രോബെറി. പിന്നെ കറുവൻ തൊവീലുൻ, നീളമുള്ളൊരു ഒരു ചുരങ്ങ. പിന്നെ ജുവാഫത്തുൻ ലദീദ, ടേസ്റ്റുള്ള പേരക്ക, നല്ല ടേസ്റ്റുള്ള പേരക്ക. ബുർത്തുക്കാലുൻ താസജ്, പഴുത്ത നാരങ്ങ, അല്ലെങ്കിൽ ബുർത്തുക്കാലുൻ താസജ്, ഫ്രഷായ നാരങ്ങ. ഫ്രഷ് താസജ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രഷ്. എന്താ ഫ്രഷ്? പുതിയ അല്ലേ? കേടുവരാത്ത പുതിയ നാരങ്ങ. ഓക്കെ, അപ്പോൾ ഫറാവിലത്ത് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സ്ട്രോബെറി അല്ലേ? സഗീറത്ത് ചെറുത്, ചെറിയ. കറ ചുരങ്ങ, തൊവീലുൻ നീളമുള്ള, ജുവാഫ പേരക്ക, ലദീദത്തുൻ ടേസ്റ്റി, ടേസ്റ്റുള്ള, ബുർത്തുക്കാൽ നാരങ്ങ, ത്വാസജ് ഫ്രഷ്. ഓക്കെ, ഇനി ഇവിടെയുള്ള വാക്കുകൾ വായിച്ചു നോക്കൂ. ഹിലാലുൻ, ഒന്നാമത്തെ അക്ഷരം ഹ ആണ് അല്ലേ? സഹ്മുൻ, വജ്ഹുൻ, മിയാഹുൻ. ഹ ആദ്യം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, നടുവിൽ എഴുതുമ്പോൾ ഇങ്ങനെ, പിന്നെ അവസാനം എഴുതുമ്പോൾ ഇങ്ങനെ. അവസാനം എഴുതുമ്പോൾ ഹായിൻ്റെ രൂപം മാറി അല്ലേ? അവസാനം എഴുതുമ്പോൾ ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ. അങ്ങനെ ഹാ എഴുതി പരിശീലിക്കുക ഇവിടെ. പിന്നെ ഇത് നിറം കൊടുക്കുക ഹായിന്. ഇത് കൂട്ടി എഴുതുക. ഹാത്തിഫുൻ, ഷഹറുൻ, ഫഖീഹുൻ, വുജൂഹുൻ. ഓക്കെ, ഇനി അടുത്ത പാഠം, 3ാമത്തെ പാഠം അൽ-ലുഅബത്ത്. ലുഅബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കളിപ്പാട്ടം. ഹയ്യാ നഫ്തഹ്, വരും നമുക്ക് തുറക്കാം എന്ന് പറയുകയാണ് ഫാത്തിമ. അവരുടെ കളിപ്പാട്ടമാണ് ആ ബോക്സിലുള്ളത്. അങ്ങനെ അവർ ആ ബോക്സ് തുറന്നു. അപ്പോൾ മാഷാ അല്ലാഹ് ലുഅബാത്തുൻ അദീദ, ധാരാളം കളിപ്പാട്ടങ്ങൾ അല്ലേ? നൽ അബുബിൽ മുകഅബാത്തി, നമുക്ക് ബ്ലോക്സ് കൊണ്ട് കളിക്കാം എന്നാര് പറഞ്ഞു? ഫവാസ് പറഞ്ഞു.
ഇവര് ബ്ലോക്സ് അല്ലേ, ചെറിയ കട്ടകൾ ഓർഡർ ചെയ്തിരുന്നു. അതിനെ കൊണ്ട് ബിൽഡിങ്ങുകളും മറ്റും ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ അതിനെ കൊണ്ട് ഉണ്ടാക്കിയല്ലേ. എന്താണ് ഉണ്ടാക്കിയത്? ഖിത്വാറാണ് അല്ലേ, ട്രെയിൻ. ഷുഫ് എന്ന് പറഞ്ഞു ഫാത്തിമ. ഷുഫ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കൂ, നോക്കൂ, ഞാൻ ഉണ്ടാക്കിയത് നോക്കൂ. അപ്പോ ഫവാസ് പറയുന്നു, മനോഹരം, ഖിത്താറുൻ തൊവീലും, നീളമുള്ള ട്രെയിൻ. ഖിത്താറുൻ തൊവീലും, നീളമുള്ള ട്രെയിൻ. ഖിത്താർ ട്രെയിന്, തൊവീലും നീളമുള്ള. ഇനി അപ്പോ പിന്നെ ഫവാസ് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഫാത്തിമ ചോദിക്കുകയാണ്, മാതാ തബിനി, നീ എന്താണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഫവാസ് പറയുന്നു, ലഹലത്ത്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ അല്ലേ, എന്തായാലും ഉക്കുമിലും, ഞാനിത് പൂർത്തിയാക്കട്ടെ, പൂർത്തിയാക്കിയാൽ കാണാം എന്താണ് ഉണ്ടാക്കിയത് എന്ന്. അങ്ങനെ ഫവാസ് ഉണ്ടാക്കി കഴിഞ്ഞു. അജീബ്. അപ്പോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫാത്തിമ പറയുകയാണ്, അജീബ്, അത്ഭുതം. സഫീനത്തുൻ കബീറത്തുൻ, വലിയൊരു കപ്പൽ. സഫീനത്ത് കപ്പൽ, കബീറത്ത് വലിയ. സഫീനത്തുൻ കബീറത്തുൻ, വലിയ കപ്പൽ. അങ്ങനെ അവർ കപ്പലും എല്ലാം ഉണ്ടാക്കിയല്ലേ. പിന്നെയോ ബന ഫവാസുൻ ഫാത്തിമ മർക്കബാത്തിൻ ഉഖ്റ, ഫവാസും ഫാത്തിമയും കൂടെ മറ്റു പല വണ്ടികളും ഉണ്ടാക്കി. ഇതെന്താണ്? ട്രാക്ടർ അല്ലേ. അങ്ങനെ പലതും അവർ ഉണ്ടാക്കി. അവരുണ്ടാക്കിയ വാഹനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഖാരിബുൻ സഗീറുൻ, ചെറിയൊരു തോണി. ഖാരിബ് എന്ന് പറഞ്ഞാൽ തോണി, സഗീറുൻ ചെറിയ. ഖാരിബുൻ സഗീറുൻ, ചെറിയ തോണി. ഹഫാറത്തുൻ കബീറത്തുൻ, വലിയൊരു എക്സ്കവേറ്റർ. എന്താണ് എക്സ്കവേറ്റർ? JCB എന്ന് പറയുന്നില്ലേ, അതാണ് എക്സ്കവേറ്റർ. മണ്ണ് മാന്തി യന്ത്രം, മണ്ണ് മാന്താനൊക്കെ ഉപയോഗിക്കുന്ന JCB അല്ലേ. ഹഫാറത്ത് എന്നാണ് അതിന് പറയുക. ഹഫാറത്തുൻ കബീറത്തുൻ, വലിയൊരു ഹഫാറത്ത്. പിന്നെയോ ജറാറുൻ ജമീലുൻ, ഭംഗിയുള്ളൊരു ട്രാക്ടർ. ഇതാണ് ട്രാക്ടർ, ഭംഗിയുള്ളൊരു ട്രാക്ടർ. പിന്നെ ഹാഫിലത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ളൊരു ബസ്. ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബസ്. ജമീലത്തുൻ, ഭംഗിയുള്ള ബസ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് അവർ ഉണ്ടാക്കിയത്. അവരുണ്ടാക്കിയ വസ്തുക്കളുടെ പേരിവിടെ, ഉണ്ടാക്കിയ വാഹനങ്ങളുടെ പേരിവിടെ എഴുതാം. എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? ഖാരിബ് തോണി, ഹഫാറത്ത് JCB, ജറാറത്ത് ട്രാക്ടർ, ഹാഫിലത്ത് ബസ്. ഇത്രയും സാധനങ്ങൾ അവരുണ്ടാക്കി. നബിനി വനക്തുബ്, നമുക്കുണ്ടാക്കാം, എഴുതാം. ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇതേപോലെയുള്ള ബ്ലോക്സ് കൊണ്ട്. ഇതെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സയ്യാറത്താണ് അല്ലേ, കാർ. അപ്പൊ ഇവിടെ സയ്യാറത്തുൻ എന്ന് എഴുതുക. ഇതോ വീട്, വീടിനെന്ത് പറയും? ബൈത്തുൻ, ബൈത്തുൻ എന്ന് എഴുതുക. ഇത് ബസ് അല്ലേ, അല്ല ഇത് ലോറിയാണ് അല്ലേ. ലോറിക്ക് എന്താ പറയുക? ഷാഹിനത്തുൻ, ഷാഹിനത്തുൻ എന്ന് അവിടെ എഴുതുക. ഇനി ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ പാട്ടാണ്. ഒരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട്, ആ സൈക്കിളിന്റെ നേരെയാണ് പാട്ടുള്ളത്. സൈക്കിളിനെ കൊണ്ടുള്ള പാട്ടാണ്. ദറാജത്തി ജദീദത്തുൻ അൽവാനുഹ ജമീലത്തുൻ, ദറാജത്തി സഗീറത്തുൻ അഷ്കാലുഹ അജീബത്തുൻ. ദറാജത്തി ജദീദത്തുൻ, എൻ്റെ സൈക്കിൾ പുതിയതാണ്. ദറാജത്ത് സൈക്കിൾ, ജദീദത്തുൻ പുതിയത്. ദറാജത്തി എന്ന് പറഞ്ഞാലോ എൻ്റെ സൈക്കിൾ, അവസാനം ഒരു യാ ചേർത്താൽ എൻ്റെ എന്ന അർത്ഥം കിട്ടും. ദറാജത്തി ജദീദത്തുൻ, എൻ്റെ സൈക്കിൾ പുതിയതാണ്. അൽവാനുഹ ജമീലത്തുൻ, അതിൻ്റെ നിറങ്ങൾ ഭംഗിയുള്ളതാണ്. അൽവാന് നിറങ്ങൾ, അൽവാനുഹ അതിൻ്റെ നിറങ്ങൾ, സൈക്കിളിൻ്റെ നിറങ്ങൾ. ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. ദറാജത്തി സഗീറത്തുൻ, എൻ്റെ സൈക്കിൾ ചെറുതാണ്. ദറാജത്തി എൻ്റെ സൈക്കിൾ സഗീറത്തുൻ ചെറുതാണ്. അഷ്കാലുഹ അജീബത്തുൻ, അതിൻ്റെ രൂപങ്ങൾ അത്ഭുതകരമാണ്. നല്ല രസകരമായ അത്ഭുതകരമായ രൂപങ്ങൾ അതിനുണ്ട്. ഇനി അതേപോലെ ഈ കാറിനെ കൊണ്ട് എഴുതണം. എങ്ങനെ എഴുതും? സയ്യാറത്തി ജദീദത്തുൻ, കാറിന് എന്ത് പറയും? സയ്യാറത്ത് എന്ന് പറയും അല്ലേ. ദറാജത്തി ജദീദത്തുൻ എന്ന് പറഞ്ഞതുപോലെ സയ്യാറത്തി ജദീദത്തുൻ, എൻ്റെ കാറ് പുതിയതാണ്. അൽവാനുഹ ജമീലത്തുൻ, അതിൻ്റെ നിറങ്ങൾ ഭംഗിയുള്ളതാണ്. അൽവാനുഹ അതിൻ്റെ നിറങ്ങൾ ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. പിന്നെയോ സയ്യാറത്തി സഗീറത്തുൻ, എൻ്റെ കാറ് ചെറിയതാണ്. സയ്യാറത്തി എൻ്റെ കാറ് സഗീറത്തുൻ ചെറിയതാണ്. അഷ്കാലുഹ അജീബത്തുൻ, അതിൻ്റെ രൂപങ്ങൾ ഭംഗിയുള്ളതാണ്. പിന്നെ JCB കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹഫാറത്ത് എന്നാണ് പറയുക. ഹഫാറത്തി ജദീദത്തുൻ, എൻ്റെ ഹഫാറത്ത്
എൻ്റെ JCB ജദീദത്തുൻ പുതിയതാണ്. പിന്നെയോ അൽവാനുഹ അല്ലേ, അൽവാനുഹ ജമീലത്തുൻ അതിൻ്റെ നിറങ്ങൾ ഭംഗിയുള്ളതാണ്. പിന്നെ ഹഫാറത്തി കബീറത്തുൻ എൻ്റെ JCB വലുതാണ്. കബീറത്തുന്നോ സഹീറത്തുന്നോ ഏതാ? ഹഫാറത്തി കബീറത്തുൻ എൻ്റെ JCB വലുതാണ്. പിന്നെയോ അഷ്കാലുഹ അജീബത്തുൻ അതിൻ്റെ രൂപങ്ങൾ അത്ഭുതകരമാണ്. അങ്ങനെ എഴുതുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.